ദിവസമാണ്, ഒരേ സമയമാണ്, ഒരേ സെൻറ്ററുമാണ്. അപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. കാരണം കുറേ കേട്ടിട്ടുണ്ട് കുറച്ച് അധികം ആൾക്കാർക്കും ഫസ്റ്റത്തെ അറ്റംപ്റ്റിലൊന്നും കിട്ടിയിട്ടില്ല എന്ന്. നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. നമ്മൾ കുറച്ച് പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 5-6 മോക്സ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹസാർഡ് പെർസെപ്ഷനൊക്കെ കുറച്ച് ചെയ്തു നോക്കി. അധികം പ്രിപ്പറേഷനൊന്നും ചെയ്യാൻ പറ്റിയില്ല. വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. കുഴപ്പമില്ല, ആവറേജ് പ്രിപ്പറേഷനൊക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. അതാ അപ്പോൾ രണ്ടുപേർക്കും ഒരേ ദിവസമാണ്. അതുകൊണ്ട് ആര് ജയിക്കും, രണ്ടുപേരും ജയിക്കുമോ, ഒരാൾ തോക്കുമോ, ആ ടെൻഷനിലൊക്കെയാണ് ഞങ്ങൾ. ഏതായാലും ഞങ്ങൾ പോവാണ്. അപ്പോൾ 2 തരത്തിലുള്ള ടെസ്റ്റാണ് ഉണ്ടാവുക. ഒന്ന് തിയറി ടെസ്റ്റിൽ തന്നെ കുറേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ഒരു സെഷനും ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റും ഉണ്ട്. അപ്പോൾ ഏതായാലും DVSAൻ്റെ ഈ 2 ആപ്പുകളുണ്ട്. അപ്പോൾ ഒന്ന് DVSAൻ്റെ തന്നെ, അതല്ലാതെ ഇങ്ങനത്തെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരു വേറൊരു ആപ്പുണ്ട്. അപ്പോൾ 2 ആപ്പുകളും നോക്കിയൊക്കെയാണ് ഞങ്ങൾ പഠിച്ചത്. ഒരാളുടെ ഫോണിൽ ഒരു ആപ്പും ഒരാളുടെ ഫോണിൽ മറ്റേ ആപ്പുമാണ് ഉണ്ടായിരുന്നത്. അപ്പം കുറച്ചൊക്കെ പഠിച്ചു. പോയി നോക്കാം, എന്താവും നോക്കാം. 50 ക്വസ്റ്റ്യൻസും ആണ് ഉണ്ടാവുക നോർമൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്. അല്ലാത്തതിന് 14 ക്ലിപ്സ് വീഡിയോസ് ആണ്. അങ്ങനെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ മോക്ക് എക്സാമിനൊക്കെ ഉള്ളത്. എക്സാമിന് പോയിട്ട് എന്താണ് ഡിഫറൻസ് ഉണ്ടോ നോക്കാം, പാസ്സാവുമോ നോക്കാം. അപ്പം ഞങ്ങൾക്ക് സെൻറ്റർ കിട്ടിയത് ആക്സ്മിനിസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇച്ചിരി ഡേറ്റ് കിട്ടാൻ ഇവിടെ പാടാണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് 6 മന്ത്. അതെ, നാട്ടിലിപ്പോൾ ഡേറ്റ് കിട്ടാല്ലേ അല്ലേ, നാട്ടിൽ ഡേറ്റ് കിട്ടാല്ലേ. അപ്പം അതേപോലെ തന്നെ ഇവിടെ എന്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ 6 മാസം ഇവിടെ വന്നതിന് ശേഷം മാത്രമേ ഈ തിയറി ടെസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തിയറി ടെസ്റ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു ഡേറ്റ് കിട്ടുമ്പോഴത്തേനും വൈകും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കാർ ഓടിക്കാൻ, കാരണം നമുക്ക് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. പക്ഷെ 1 വർഷത്തിന് മുന്നേ നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം, എടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പോഴാണ് നമുക്ക് ഡേറ്റ് കിട്ടിയത്. പൊതുവെ കുറേ പേര് ഫെയിൽ ആവാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ തന്നെ ഇമെയിലിൽ കാണിക്കാം. കുറേ ആളുകൾ ഫെയിൽ ആവാറുണ്ട്. അധിക പേരും ഫെയിൽ ആവും. അതുകൊണ്ട് നന്നായി പ്രിപ്പയർ ചെയ്തേ വരാവൂ എന്നൊക്കെയാണ് ആ ഇമെയിലിൽ എപ്പോഴും പറയുന്നത്. കുറച്ച് കൺഫ്യൂസിങ് ആണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയാ പറയണേ, പട്ടര മൂക്ക് കഴിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. പക്ഷെ ഇവിടെ വന്ന ഒത്തിരി മലയാളീസ് ഒക്കെ പാസ്സായി. പിന്നെ എല്ലാവരും ഇപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്നില്ലേ. നമുക്ക് കിട്ടാതിരിക്കൊന്നുമില്ല. പക്ഷെ ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടണമെന്നില്ല. ഏതായാലും ഞങ്ങൾ പോയി നോക്കുകയാണ്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ, എന്താണെന്ന് അറിയണല്ലോ. ഞങ്ങൾ പോവാണ്. വേറെപ്പം എന്താ, വേറൊന്നുമില്ല. ആ സെൻറ്ററിൻ്റെ അവിടെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിക്കാം, അലൗഡ് ആണെങ്കിൽ. പക്ഷെ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോണ്, ഒരു ഇലക്ട്രിക് ആക്ടിവ്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അവർ നോർമലായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന പോലെയൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എക്സാം ഉള്ളിലേക്ക് കയറ്റാം. എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം. ഓൾ ദ ബെസ്റ്റ് അർജുൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾ ദ ബെസ്റ്റ് കൊടുക്കാം. നമ്മൾ ആദ്യമായിട്ടായിരിക്കില്ലേ ഒരുമിച്ച് എക്സാം എഴുതാൻ പോണ. സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സ്കൂളിൽ ഫ്രണ്ട്സ് ആയതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ ഒരുമിച്ച് എക്സാം എഴുതിയിട്ടുണ്ടാവും. അതല്ലാതെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടാളുടെയും ഒരുമിച്ച് പോകുന്ന എക്സാമാണ്. തോക്കാം, ജയിക്കാം. ആര് വേണമെങ്കിലും തോൽക്കാം, ആര് വേണമെങ്കിൽ ജയിക്കാം. രണ്ടുപേരും ജയിക്കട്ടെ എന്ന് ആശ്വസിക്കാം. നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്താ ചെയ്തുകൊണ്ടിരിക്കണ വെച്ചാല്, വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ സൈൻ ബോർഡ് നോക്കുന്നുണ്ട്. ഇതല്ലേ. നമുക്ക് ഓൾറെഡി കുറേ സൈൻ ബോർഡ്സ് നമ്മൾ എന്നും വണ്ടി ഓടിക്കുമ്പോൾ അറിയാം. പക്ഷെ ചിലത് ഭയങ്കര ഒരു കൺഫ്യൂസിങ് ആണ്. അത് എന്താണെന്ന് വെച്ചാൽ നാട്ടിലുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള സൈൻ ബോർഡ്സും ഇവിടുത്തെ സൈൻ ബോർഡ്സും കുറേ സിമിലാരിറ്റി ഉണ്ട്. അതൊരു കാരണമാണ് നമുക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഇവിടെ 1 ഇയർ വാലിഡ് ആവാനുള്ള റീസൺ അല്ലേ. കുറേ കാരണം. പിന്നെ നമ്മളെ പോലെ നാട്ടിലെ പോലെ തന്നെ റൈറ്റ് ഹാൻഡ് ഡ്രൈവും ആണ്. അപ്പോൾ അതായിരിക്കാം അതിൻ്റെ ഒരു റീസൺ വരാൻ കാരണം. സൈൻ ബോർഡ്സ് ഒക്കെ ഇതുപോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം ഗിവ് വേ, തിരിച്ചിട്ടല്ലേ ഉള്ളത്. അപ്പോൾ ഗിവ് വേ. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ പഠിച്ച് പോവുകയാണ്. എന്തായാലും പോയി നോക്കട്ടെ. റെസ്പോൺസ് ഞാൻ തിരികെ വരുന്നതായിരിക്കും. പിന്നെ സ്റ്റോപ്പ് സൈൻ.
വോൾവോ ആണല്ലോ മുന്നിലെ. D2 ഏകദേശം കാണാൻ സിമിലർ ആണ്. അപ്പൊ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ നമ്മൾ റോഡിൽ കാണുന്ന എല്ലാ സൈനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ് ഇതല്ലേ ഇതല്ലേ. പക്ഷെ നമ്മൾ എന്തും പോകുന്നോണ്ട് തന്നെ നമുക്ക് ഒരുവിധമൊക്കെ അറിയാം കേട്ടോ. ഇത് ടി ക്രോസ് അല്ലേ? അപ്പം ഈ സൈൻ ബോർഡ് ഇവിടുത്തെ നാഷണൽ സ്പീഡ് ലിമിറ്റിൻ്റെയാണ്. പിന്നെ ഇതെല്ലാവർക്കും അറിയാണ്ടാവും. റെഡ് ആണ് സർക്കിൾ വരുന്നതെങ്കിൽ ഓർഡർ ആണ്, മാക്സിമം ആണെന്നുള്ളത്. കുറേ സൈൻ ബോർഡ്സ് കേട്ടോ. ഇത് വെയിറ്റ്, പിന്നെ ബ്രൗൺ കളർ വരുന്നൊക്കെ ടൂറിസ്റ്റ്. പിന്നെ ബെൻഡ്. ഇതാണ് ഇപ്പൊ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ. ഇപ്പൊ വേറെ കൂടുതൽ ഒന്നും പഠിക്കാനില്ല. വർക്ക് ആക്സസ് സയൻസിനൊക്കെ കൂടുതൽ കുറെ കാഷ്വാലിറ്റി, ഇൻസിഡൻസ്, എമർജൻസീസ് അതൊക്കെയാണ് എനിക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ട് പാർട്ടായിട്ട് തോന്നിയത്. പിന്നെ കുറച്ചും കൂടെ നമ്മൾ വണ്ടി എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യണം, ഇതാണല്ലേ. ഓക്കെ, അങ്ങനത്തെ വണ്ടി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, വണ്ടി എടുക്കുന്നതിന് മുൻപ് എന്തൊക്കെ ശ്രദ്ധിക്കണം, പിന്നെ ട്രാഫിക് ലൈറ്റുകൾ, അതൊക്കെയാണ് ഇവിടുത്തെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന രീതിയിൽ അവർ ചോദിക്കും. എന്തായാലും പോയി നോക്കാം. പിന്നെ അതൊരു സൈക്കിളുകാരൻ വരുന്നുണ്ട്. സൈക്കിൾ ഓടിക്കുന്നവരെ നമ്മളങ്ങനെ ഇവിടെ അങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. അതല്ല, അത്രയും ക്ലിയർ ആണ്. നമ്മൾ റോഡ് മുന്നോട്ടുള്ളത് ഭയങ്കര ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വൈഡായിട്ട് മാത്രമേ ഇവിടെ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. അതിപ്പം സൈക്കിള് മാത്രമല്ല, ഹോഴ്സ്, അങ്ങനെയുള്ള ഇതൊക്കെ സ്ലോ മൂവിങ് ആയിട്ടുള്ള എല്ലാത്തിനെയും വളരെ സ്ലോ ആയിട്ട്. കാരണം നമ്മളുടെ കാറ് ഓടിച്ച് പോകുമ്പോൾ, ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ ആ ഒരു സ്പീഡ് പോലും അവർ ബുദ്ധിമുട്ടാക്കും എന്നുള്ള രീതിയിലാണ്. സത്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള റൂൾസൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊരു മെമ്മറി അല്ലേ, അതാ ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുത്തിരിക്കുന്നത്. ഒന്നാമത് ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഒരേ ദിവസം എക്സാം എഴുതാൻ പോണത് എനിക്ക് കുറച്ച് എക്സൈറ്റഡ് ആണ്. കാരണം അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടായത് വളരെ ചെറുപ്പത്തിലാണ്. അപ്പോൾ അതൊരു എക്സൈറ്റ്മെന്റ് തന്നെയാണ്. അടിപൊളിയാണ്. ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളത് ഒരു റിട്ടയർമെന്റ് ഒക്കെ ആയിട്ട് എല്ലാവരും താമസിക്കുന്ന ഒരു ഹോട്ടലാണിത്. ഡോക്ടേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ. ഹിൽ ബ്രൂക്ക്ഷയർ ബോൺ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് ആൻഡ് സ്പാ. ഇത് ഒത്തിരി ദൂരം വരെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഈ വേ ഇപ്പം ഇല്ല, ടെമ്പറലി ക്ലോസ്ഡ് ആണ്. ഇതാണോ ഡ്യുവൽ കാരേജ് വേ? എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഈ ഡ്യുവൽ കാരേജ് വേ അങ്ങനെ പറയുമ്പോൾ. സംഭവം സിമ്പിൾ ആണല്ലേ. അതിന്റെ പുറകിലെന്തോ ഒരു ലൈറ്റാ അല്ലേ, സ്ലോ മൂവിങ് എന്ന് പറഞ്ഞിട്ട് ആണോ? 45ലോ 7? അത് അവിടെ ഇവിടെ. ഇത് ഒത്തിരി ദൂരം വരെ ഉണ്ട്. ഇത് മെയിൻ്റനൻസ് തന്നെയാ. എക്സ്ട്രാ സൈൻ ബോർഡ്സ് ഉണ്ട് ഒത്തിരി. എന്താ അറിയില്ല, നല്ലോണം സൈൻ ബോർഡ്സ്. ഇത് മുന്നേ ശ്രദ്ധിക്കാത്തയാണോ ഇനി? അല്ല, മെയിൻ്റനൻസും ഉണ്ട്, അതുകൊണ്ടായിരിക്കാം ഒരുപാട് സൈൻ ബോർഡ്സ് ഉണ്ട്.
പോകുന്നോണ്ടാണോന്ന് അറിയില്ല, എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. മാക്സിമം സ്പീഡ് 40 അങ്ങനെ പൊതുവെ എഴുതാറില്ലല്ലോ. പിന്നെ എൻഡ് ഓഫ് ഡ്യുവൽ കാരേജ് വേ, അതാണ് ഈ സിമ്പിൾ 30. പിന്നെ റൗണ്ട് ബോട്ട് ഹെഡ്, റൗണ്ട് ബോട്ട് വരികയാണ്. മെയിൻ്റെനൻസ് വർക്ക് എൻഡ് ചെയ്തു എന്നുള്ളൊരു ബോർഡ് അവിടെ കാണാം. വർക്ക് എക്സിറ്റ്. ഇതൊരു നല്ല സ്ഥലം കേട്ടോ, എല്ലാം ഉണ്ട്. മാത്ലാൻ, ഓർഗോസ്, നെക്സ്റ്റ് എല്ലാം ഉള്ള ഒരു ഏരിയ ആണ്. അതെ, ഇതാണ് നമ്മളുടെ ഏറ്റവും അടുത്തുള്ള വലിയ ടൗൺ. 20 minutes ആണ് വീട്ടിൽ നിന്ന് എടുത്തത്. ഇനിയിപ്പോൾ പോകുന്ന സ്ഥലത്തേക്ക് ഒരു 50 minutes. നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞ സ്ഥലം വാഷ് ചെയ്ത വണ്ടി മെട്ടി. ഞങ്ങൾ പാർക്ക് ചെയ്തു. ഇവിടെ എവിടെയോ ആണ്. എവിടെയൊക്കെയാണ്? അതാണോ? ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി മാതിരിയുണ്ട്. സോ ഗൈസ്, എക്സാം കഴിഞ്ഞു. ഞാൻ പാസ്സായിട്ടോ. പക്ഷെ ഉണ്ണേടറെ കാണാനില്ല. ആദ്യം കയറിയത് ഉണ്ണേടറെ കാണുന്നില്ല. നോക്കട്ടെ, വെയിറ്റ് ചെയ്ത് നോക്കാം. സോ പാസ്. പക്ഷേ ഈ ആപ്പിൽ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ. ആപ്പിൽ നിന്ന് കുറച്ചുകൂടിയൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ക്വസ്റ്റ്യൻസ് വ്യത്യാസമുണ്ട്. പിന്നെ ഹസാർഡ് പെർസെപ്ഷൻ നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ സ്കോർ ചെയ്യാൻ പറ്റും, കാരണം അതുപോലെയൊക്കെ തന്നെയാണുള്ളത്. ഞാൻ കഴിഞ്ഞ് വന്നിട്ട് ഉണ്ണേടനെ കാണാനില്ലല്ലോ. ഈശ്വര, വന്നല്ലോ. പത്തൻ്റെ എന്തായി? തോറ്റാ? കാണിക്കേ. തോറ്റില്ല. കാണിക്കേ, പേപ്പർ കാണിക്കേ, നോക്കട്ടെ. പാസ്സായല്ലോ. എന്നിട്ടാണോ തോറ്റു പറഞ്ഞേ? കഷ്ടിച്ച് രക്ഷപ്പെട്ടതല്ലേ. പഠിച്ചത് ആണ് കൊറേ, പക്ഷെ പാസ്സാവണമെങ്കിൽ കുറച്ചും കൂടെ പഠിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഹസാർഡ് നല്ല വ്യത്യാസമുണ്ട്. ഏതായാലും ഞങ്ങളിത് കഴിഞ്ഞു, പാസ്സായി രണ്ടാളും. ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടാളും കുറേ കാലക്ക് ശേഷം പരീക്ഷ എഴുതിയത് പാസ്സായി. പക്ഷെ പറയണല്ലോ, മറ്റേ ഈ ടെസ്റ്റിൽ കാണുന്ന പോലെയൊന്നുമല്ല, കുറച്ച് നല്ല വ്യത്യാസമുണ്ട്. കാരണം ഈ ഹസാർഡ് പെർസെപ്ഷൻ വീഡിയോ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. പക്ഷെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ആ വീഡിയോസ് മതി. ഇപ്പോഴും മഴ. ഞങ്ങൾ ഇത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും പെരുമഴ. ഏതായാലും പാസ്സായി, രണ്ടുപേരും പാസ്സായി. പക്ഷെ എനിക്ക് പറയാനുള്ളത്, പ്രിപ്പയർ ചെയ്യുന്നവർ ഇനിയും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ടെസ്റ്റ്, ഈ ബുക്സൊക്കെ വായിക്കുന്നത് നല്ലതാണ്. അതായത് ആ ആപ്പിലെ നോട്ട്സ് കൂടെ വായിക്കുന്നത് നല്ലതാണ്. കാരണം മോക്ക് ടെസ്റ്റ് ഞങ്ങൾ ഒരുവിധം മോക്ക് ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചോദിക്കാത്ത ചില ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടു. അവിടെയാണ് എനിക്ക് കൺഫ്യൂഷൻ വന്നത്. പക്ഷെ അറിയില്ല, DV അങ്ങനെ പുതുക്കിയ ക്വസ്റ്റ്യൻസ് ആണോ, റിന്യൂ ചെയ്ത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ആണോ, അത് എന്താണെന്നറിയില്ല. എനിക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നത്. സോ ഇത് ഞങ്ങൾ വരുന്ന വഴിക്ക് നമ്മൾക്കൊരു ഷോർട്ട് കട്ട് റൂട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് മാപ്പിൽ. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു റോഡ് UK എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഈ ആക്സ്മിനിസ്റ്ററിലേക്ക് പോകുന്ന വഴിക്കാണ് ഒരു നമ്മളെ നാട്ടിലേക്ക് പോലെ കുറച്ച് കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡൊക്കെ കാണാൻ പറ്റി. പക്ഷെ നല്ല രസമൊക്കെ ഇട്ട്. ഏതായാലും നല്ലതായിരുന്നു. എക്സാമൊക്കെ പാസ്സായി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ഇനി ആരെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആപ്പ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഹസാർഡ് ടെസ്റ്റ് നമുക്കൊരു പ്രാക്ടീസാവും. വീഡിയോസ് സെയിം അല്ല വരുന്നത്. ഒന്നും തന്നെ സെയിം എനിക്ക് വന്നിട്ടില്ല, ഹസ്ബൻഡിനും വന്നിട്ടില്ല. പക്ഷേ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് കുറേയൊക്കെ സിമിലറാണ്. പക്ഷേ വേ ഓഫ് ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആണ്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ആ നോട്ട്സും കൂടെ വായിച്ചാൽ കുറച്ചും കൂടെ സ്കോർ ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ 46 ആണ്. ഹസ്ബൻഡ് കറക്റ്റ് നമ്പറാണ് കിട്ടിയത്. അപ്പോൾ ഫുൾ സ്കോർ തന്നെ വേണം ചെയ്യാം.
നോട്ട്സും കൂടെ വായിക്കുകയാണെങ്കിൽ. കാരണം എനിക്കൊരു 12 ക്വസ്റ്റ്യനോളം നല്ല കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.